ദൈവത്തിന് സ്തുതി. ഇന്നിവിടെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനം. ഇന്ന് നാം ചിന്തിക്കുന്നത് സങ്കീർത്തനം 2 കുറിച്ചാണ്. ലോകം ഇന്ന് വലിയ അസ്വസ്ഥതകളിൽ കൂടെ ഭയത്തിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ നൽകുന്നൊരു വലിയൊരു സത്യമുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാർ എന്തു വിചാരിച്ചാലും ദൈവമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ജാതികൾ കോപിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. സങ്കീർത്തനം 2:1 മുതൽ 4 വരെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ഒരു ചെറിയ കഥ പറഞ്ഞോട്ടെ. ഒരിക്കലൊരു കൊച്ചു രാജ്യത്ത് വലിയൊരു കാറ്റ് വീശാൻ തുടങ്ങി. ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഭയപ്പെട്ടു. രാജാവിനോട് എല്ലാവരും പറഞ്ഞു, മഹാരാജാവേ, വലിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. നമ്മുടെ കൊട്ടാരവും രാജ്യവും എല്ലാം തകർന്നു പോകും. രാജാവ് ശാന്തനായി തൻ്റെ മകനോടൊപ്പം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പെട്ടെന്നൊരു വലിയ ഇടിമുഴക്കത്തോടെ മഴ പെയ്തു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലും ചുറ്റുമുള്ള വലിയ മരങ്ങൾ പലതും കടപുഴകി വീണിരിക്കുന്നു. എന്നാൽ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ നട്ട ചെറിയ ഒരു ചെടിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അത് ശാന്തമായി നിലകൊണ്ടു. ജനങ്ങളിൽ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ ചെറിയ ചെടി ഈ വലിയ കാറ്റിനെ അതിജീവിച്ചത്? രാജാവ് പറഞ്ഞു, ഈ വലിയ മരങ്ങൾ അവയുടെ വലുപ്പത്തിൽ അഹങ്കരിച്ചത് കൊണ്ട് കാറ്റിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ ചെറിയ ചെടി കാറ്റ് വന്നപ്പോൾ മണ്ണിലേക്ക് കുനിഞ്ഞു. അതിൻ്റെ ശക്തിയിലല്ല, മണ്ണിലാണ് അത് വിശ്വാസം അർപ്പിച്ചത്. അതുപോലെയാണ് ദൈവവിശ്വാസിയും. ലോകം നമ്മെ ഭയപ്പെടുത്തുമ്പോൾ നാം ദൈവത്തിൻ്റെ മുൻപിൽ താഴ്ന്നു കൊടുക്കുക. അപ്പോൾ ലോകം വിചാരിക്കുന്നതിലും ദൈവം തീരുമാനിക്കുന്നതേ സംഭവിക്കത്തുള്ളൂ. സങ്കീർത്തനം 2 നമ്മെ പഠിപ്പിക്കുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്. ലോകത്തിൻ്റെ വ്യർത്ഥമായ ചിന്തകൾ. ഇന്ന് പലരും തങ്ങളുടെ ശക്തിയിലും അധികാരത്തിലും സമ്പത്തിലും അഹങ്കരിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ ഇവയെല്ലാം വ്യർത്ഥമാണ്. ദൈവത്തിൻ്റെ ഒരു ചിരി. ദൈവം തൻ്റെ മക്കളെയും തൻ്റെ നീതിയെയും പരിഹസിക്കുന്നവർക്കെതിരെ സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ പരമാധികാരത്തിന് മുകളിൽ ഒരു ശക്തിയുമില്ല. ശരണപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, അവനിൽ ശരണപ്പെടുന്നവർ ഒക്കെയും ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 2:12 അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ ജോലിയിലോ പണത്തിലോ സ്വാധീനത്തിലോ അല്ല, ദൈവത്തിൽ മാത്രം നമ്മളുടെ ശരണം വെക്കുക. പ്രിയപ്പെട്ടവരെ, ചുറ്റുമുള്ള ലോകം എന്ത് തന്നെ പറഞ്ഞാലും, എന്ത് അനിശ്ചിതത്വമുണ്ടെങ്കിലും നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ രാജാവായ ദൈവം സ്വർഗത്തിൻ സിംഹാസനത്തിലിരിക്കുന്നതാണ്. അവനിൽ ആശ്രയിക്കുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ ജീവിതത്തിൽ ഏത് കാറ്റ് കോരിച്ചൊരിയുന്ന മഴയും അവിടുത്തെ കരുതലിൽ നമുക്ക് അതിജീവിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.